ഹായ്, നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റേഴ്സ് ബയോമോളിക്യൂൾ. ബയോമോളിക്യൂളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗ്രാഫ് ആൻഡ് കമൻറ്റ്. അപ്പോൾ നമുക്കറിയാം, ഗ്രാഫിൽ കാണിച്ചിരിക്കുന്ന എക്സ് ആക്സിൽ ടെമ്പറേച്ചറും വൈ ആക്സിൽ എൻസൈം ആക്ഷനുമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻസൈം ആക്ഷനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ടെമ്പറേച്ചർ. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എൻസൈമാറ്റിക് റിയാക്ഷൻ ഇൻക്രീസസ്, but when it reaches a particular level beyond which we can say that the enzymatic reaction declines or rate of reaction declines. ഒരു പെർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ പിന്നെ റേറ്റ് ഓഫ് റിയാക്ഷൻ താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം ഇറ്റ് ഈസ് എ ഹയസ്റ്റ് ടെമ്പറേച്ചർ ലെവൽ കാണിക്കുന്നുണ്ടല്ലോ, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഒപ്റ്റിമം pH അല്ലെങ്കിൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ ദ എൻസൈം ഷോസ് മാക്സിമം ആക്ടിവിറ്റി, beyond which the enzyme will be denatured by heating. That is, the enzyme loses its tertiary structure and thereby it cannot bind with the enzyme. So the rate of reaction declines. അങ്ങനെയാണ്. ആ ഒപ്റ്റിമം pHന് മുകളിലേക്ക് പോയാൽ എൻസൈമിൻ്റെ സ്ട്രക്ചർ നഷ്ടപ്പെടുകയും എൻസൈമിന് ബൈൻഡ് ചെയ്തിരിക്കാനുള്ള എൻസൈമിന് സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ എൻസൈമാറ്റിക് റിയാക്ഷൻ ഡിക്ലൈൻ ചെയ്യും. നെക്സ്റ്റ്, റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് അലാനിൻ ആൻഡ് ഗ്ലൈസിൻ. അലാനിൻ ആൻഡ് ഗ്ലൈസിൻ നമുക്ക് സ്ട്രക്ചർ അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ജനറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആറ്റം 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് 1 വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ കാർബോക്സിൽ COH ഗ്രൂപ്പ്, 1 ബൈ അമിനോ ഗ്രൂപ്പ്, 1 ബൈ ഹൈഡ്രജൻ ആൻഡ് 1 ബൈ വേരിയബിൾ ഗ്രൂപ്പ്. അപ്പോൾ വേരിയബിൾ ഗ്രൂപ്പാണ് വേരി ചെയ്യുക. ഗ്ലൈസീൻ ആണെങ്കിൽ ഹൈഡ്രജൻ ഇസ് ദ വേരിയബിൾ ഗ്രൂപ്പ്, അലാനിൻ ആണെങ്കിൽ CH3 ഇസ് ദ വേരിയബിൾ ഗ്രൂപ്പ്, സെറീൻ ആണെങ്കിൽ CH2OH ഇസ് ദ വേരിയബിൾ ഗ്രൂപ്പ്. ദെൻ non-protein constituents called cofactors are bound to the enzyme to make it catalytically active. Name the protein part of the enzyme. The protein part of the enzyme is called apoenzyme. Mention any 2 kinds of cofactors with examples. Cofactors means they are the non-protein part of the enzyme which binds to the protein part, that is apoenzyme, to make it active. അപ്പോൾ പ്രോട്ടീൻ പാർട്ടിൻ്റെ കൂടെ ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ വന്നാലേ ഈ എൻസൈം കംപ്ലീറ്റ് എൻസൈം ആയിട്ട് മാറുള്ളൂ, അല്ലെങ്കിൽ ഹോളോ എൻസൈം ആയിട്ട് മാറുള്ളൂ. ദിസ് ഹോളോ എൻസൈം വിൽ ബി ആക്റ്റീവ്. ഹോളോ എൻസൈം ആണ് ആക്റ്റീവ് ആയിരിക്കുക. അപ്പോൾ പ്രോട്ടീൻ പാർട്ടിൻ്റെ പേര് എപ്പോ എൻസൈം എന്നാണ്. ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന നോൺ പ്രോട്ടീൻ പാർട്ടാണ് കോഫാക്ടർ. കോഫാക്ടർ ക്യാൻ ബി ഓഫ് 3 ടൈപ്സ്. കോഫാക്ടർ 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഇസ് ക്ലോസ്ലി അറ്റാച്ച് ടു വളരെ നന്നായി അറ്റാച്ച് ചെയ്തതിൻ്റെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് അറ്റാച്ച് ടു ടൈറ്റ്ലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെറോക്സിഡേസ്, കാറ്റലേസ് എന്നൊക്കെ പറയുന്ന എൻസൈംസ് ഉണ്ട്. അവരുടെയൊക്കെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ് ഹീം. നെക്സ്റ്റ് വൺ ഇസ് കോഎൻസൈം. അനദർ ടൈപ്പ് ഓഫ് കോഫാക്ടർ ഇസ് കോഎൻസൈം. കോഎൻസൈമിന് എക്സാമ്പിൾ NAD, NADP ഒക്കെയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈൻഡിങ് കുറച്ച് ട്രാൻസിയൻ്റ് ആണ്, അതായത് അത്ര സ്ട്രോങ് ബൈൻഡിങ് അല്ല അവിടെ നടക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഓഫ് ദ എൻസൈം വെൻ ദ കോഫാക്ടർ ഇസ് റിമൂവ്ഡ്. കോഫാക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടും. അപ്പോൾ കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 3 തരത്തിലുണ്ട്: പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോഎൻസൈംസ് ആൻഡ് മെറ്റലൈൻസ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോഎൻസൈംസ് ആൻഡ് മെറ്റലൈൻസ്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പിന് എക്സാമ്പിൾ ഹീം, കോഎൻസൈമിന് എക്സാമ്പിൾ NADP ഒക്കെ, മെറ്റലൈൻസിന് എക്സാമ്പിൾ സിങ്ക്. സിങ്ക് ഇസ് എ cofactor in present in carboxypeptidase enzyme. And fourth question, observe the following equation and explain the catalytic activity, catalytic cycle of the enzyme on the basis of equation. ആ ഇക്വേഷൻ തന്നിരിക്കുന്നത് enzyme binds to the substrate to form enzyme substrate complex, and then the substrate is converted to product. After the conversion of substrate to the product will be separated from the enzyme, and the enzyme again can bind to another substrate and the reaction goes on. അതായത് എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ ജോയിൻ ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. ദെൻ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റായി മാറും. ഈ പ്രോഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നീട് എൻസൈമും പ്രോഡക്റ്റും കൂടെ ബൈൻഡ് ചെയ്തിരിക്കില്ല, പ്രോഡക്റ്റ് ഫ്രീ ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. എൻസൈമാറ്റിക് ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്.
affect ചെയ്യുന്ന factors pH, temperature, concentration of substrate, presence of inhibitors. These are the 4 factors which affects enzymatic activity. Then fifth question, which among the following is a primary metabolite? നമുക്കറിയാം primary metabolite is essential for the all physiological activities. എനർജി തരുന്നതോ അങ്ങനെ ഉള്ള മേജർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിൽ വർക്ക് ചെയ്യുന്നതാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. എക്സാമ്പിൾ തന്നിരിക്കുന്നത് ആൽക്കലോയിഡ്സ്, ആൻറ്റിബയോട്ടിക്സ്, അമിനോ ആസിഡ്സ്, ഫ്ലേവനോയിഡ്സ് ആണ്. അപ്പോൾ അതിൽ അമിനോ ആസിഡ്സ് ഈസ് ദ പ്രൈമറി മെറ്റബോളൈറ്റ്. Sixth question, when substrate concentration increases, the velocity of enzyme reaction increases at first. After attaining a maximum velocity, it cannot be exceeded by further addition of substrate. Why? അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ വെലോസിറ്റി എൻസൈം റിയാക്ഷൻ്റെ റേറ്റ് കൂടും ആദ്യം. പക്ഷേ ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എത്ര സബ്സ്ട്രേറ്റ് ആഡ് ചെയ്താലും റിയാക്ഷൻ്റെ റേറ്റ് കൂടില്ല. കാരണം എന്ത്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when all the enzymes are saturated with the substrate, there will be no free enzyme for binding with the substrate. അതായത് എല്ലാ എൻസൈംസും സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ സബ്സ്ട്രേറ്റിനെ ഇനി ആഡ് ചെയ്താലും there is no free enzyme. അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുക. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ്. ഹൈഡ്രോളിസിസ് ഓഫ് ബോൺസ്, അതാണ് കറക്റ്റ് ആൻസർ. ലയേസസ്, removal of groups. Then oxidoreductase, oxidation reduction reaction. Isomerases, interconversion of molecules. Ligases, linking together of molecule. Transferases, transfer of a group. Eighth question, രണ്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. What is A and B? A shows the secondary structure of protein, that is the alpha helical structure, and B shows the tertiary structure of protein. Then mention the other 2 levels of protein structure. Protein shows 4 levels of structure. First one is the primary level. It is the simple linear arrangement of amino acids by the formation of peptide bond. And the second one is the alpha helical secondary structure. Secondary structure alpha helix or beta pleated structure ആണ് കാണുക. Then when these alpha helix or beta pleated structure again coil and form a hollow woolen ball like structure, and that structure is known as tertiary structure, and more than one tertiary structure constitute the quaternary structure. Hemoglobin is an example for quaternary structure. Myoglobin is an example for tertiary structure. Silk fibroin, അതുപോലെ keratin are examples for secondary structures. Then ninth one, which is the most abundant protein in the animal world, that is collagen. Rubisco is the most abundant protein in the whole biosphere, while collagen is the most abundant protein in the animal world. 10th question, general formula of amino acids is given below. Prepare the amino acid serine. സെറീനെ ഉണ്ടാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വേരിയബിൾ ഗ്രൂപ്പ് മാറ്റുകയാണ് ചെയ്യുന്നത്. അത് ആർ എന്നുള്ള സ്ഥലത്ത് വേരിയബിൾ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്താൽ മതി. CH2OH വേരിയബിൾ ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് CH2OH. CH3 ആണെങ്കിൽ ആനിൻ, ഹൈഡ്രജൻ ആണെങ്കിൽ ഗ്ലൈസിൻ. പ്രോട്ടീൻ ക്യാൻ ക്യാരി മെനി ഫങ്ഷൻസ് ഇൻ ലിവിങ് ഓർഗാനിസംസ്. ലിസ്റ്റ് എനി 4. പ്രോട്ടീൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്രോട്ടീൻ ആക്സസ് എൻസൈംസ്. പ്രോട്ടീൻ എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നു. എക്സാമ്പിൾ ഇപ്പോൾ എല്ലാ എൻസൈംസും പ്രോട്ടീൻസാണ്. പിന്നെ സം പ്രോട്ടീൻസ് ലൈക്ക് ഇൻസുലിൻ ആക്ട് ആസ് ഹോർമോൺസ്. ദെൻ സം പ്രോട്ടീൻസ് ആക്ട് ആസ് immunological substances, that is immunoglobulin, antibodies, proteins ആണ്. Some proteins act as carrier proteins for the transfer of substances between the cell membrane. അതാണ് GLUT4 is a carrier protein of glucose. അങ്ങനെ ഗ്ലൂക്കോസിന് പ്രോട്ടീൻ്റെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. Then give one word, the nucleic acid that behave like enzyme. റൈബോസൈം, അതാണ് ന്യൂക്ലിക് ആസിഡ് ദാറ്റ് ബിഹേവ് ലൈക്ക് എൻസൈം.
They are small RNA pieces that behave like enzyme. The organic compound tightly bound to the apoenzyme. The organic compound tightly bound to the apoenzyme. അത് കോഫാക്ടറിൽ വരുന്ന പ്രോസ്തെറ്റിക് ഗ്രൂപ്പാണ്. The non-protein organic compound that are tightly bound to the apoenzyme. Non-protein organic compound that are tightly bound to the apoenzyme. അതും പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് തന്നെയാണ്. Then the protein part of the enzyme, that is called apoenzyme. Then next ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഗ്രാഫ്. ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് ഒരു സബ്സ്ട്രേറ്റ് ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ ഉണ്ടാവുന്ന എനർജി ട്രാൻസിഷനാണ് കാണിച്ചിരിക്കുന്നത്. മെൻഷൻ ദ റോൾ ഓഫ് എൻസൈംസ്. അതായത് എ സബ്സ്ട്രേറ്റ് അണ്ടർഗോസ് മെനി transient changes, act as many transient structures to make protein അല്ല പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ട്രാൻസിയൻറ്റ് സ്ട്രക്ചേഴ്സിൽ കൂടി ആര് കടന്നു പോകും? നമ്മുടെ സബ്സ്ട്രേറ്റ് കടന്നു പോകും. അപ്പോൾ അത് കടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള കടന്നു പോകുമ്പോൾ ഒരു ഹൈ എനർജി സ്റ്റേറ്റിൽ കൂടി കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ദാറ്റ് സ്റ്റേറ്റ് ഇസ് കോൾഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സബ്സ്ട്രേറ്റിൻ്റെ ഒരു നോർമൽ എനർജി ലെവലും ട്രാൻസിഷൻ സ്റ്റേറ്റിലുള്ള എനർജി ലെവലും തമ്മിലുള്ള ഡിഫറൻസ്. ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി ലെവൽ മീൻസ് ദ ഹയർ എനർജി ലെവൽ വിച്ച് ഷുഡ് ബി അറ്റൈൻഡ് ബൈ ദ സബ്സ്ട്രേറ്റ് ഫോർ ബിക്കമിങ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് ആവുന്നതിൻ്റെ ഇടയ്ക്ക് സബ്സ്ട്രേറ്റ് അറ്റൈൻ ചെയ്യേണ്ട ഒരു ഹൈ എനർജി ലെവലാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈമിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ എൻസൈം ഡിക്രീസസ് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. അതായത് ഒരു ഹൈ എനർജി ലെവലിലേക്ക് എത്തണമെന്ന് പറഞ്ഞില്ലേ, ആ ഹൈ എനർജി ലെവൽ കുറയ്ക്കുകയാണ് ആര് ചെയ്യുന്നത്? എൻസൈം ചെയ്യുന്നത്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് എനർജി ലെവൽ ആൻഡ് ദ എനർജി ലെവൽ ഓഫ് സബ്സ്ട്രേറ്റ്, അതിനെയാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. സോ ഇൻ എ സെൻസ് ദ ഫങ്ഷൻ ഓഫ് എൻസൈം ഇസ് ടു റെഡ്യൂസ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. This is the substrate energy level and this is the high energy level which should be attained by the substrate. This difference is called, ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസിഷൻ എനർജി ലെവൽ കുറയും. അപ്പോൾ എന്ത് സംഭവിക്കും? ആസ് എ റിസൾട്ട് ആക്ടിവേഷൻ എനർജി ഓൾസോ വിൽ ഡിക്ലൈൻ. Then next 12th question, molecular structure of 2 amino acids are given below. Name them. A is serine and B is alanine. Complete the diagrammatic representation. Enzyme plus substrate form enzyme substrate complex. Then enzyme product complex. EP എന്ന് എഴുതണം. Then E plus P. Then 13th question B. List out any 2 factors affecting enzyme activity that we have already discussed. Based on the reaction formula given below, identify the classes of enzyme. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എൻസൈമിൻ്റെ ക്ലാസ് ഏതാണ്? എസ് റെഡ്യൂസ്ഡ്, എസ് ഓക്സിഡൈസ്ഡ്, അത് പിന്നെ റിയാക്ഷൻ കഴിയുമ്പോൾ എക്സ് ഓക്സിഡൈസ് പ്ലസ് എസ് റെഡ്യൂസ്ഡ് ആവും. അപ്പോൾ ദാറ്റ് ഈസ് ഓക്സിഡോ റിഡക്റ്റേസ്. ആൻഡ് ദ സെക്കൻഡ് വണ്ണിൽ ലയേസസ് ആണ്. കാരണം എന്താ? റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് ആണ് അവിടെ നടക്കുന്നത്. എക്സ് വൈ എന്നതിന് സി എന്ന് പറയുന്ന ഗ്രൂപ്പ് റിമൂവ് ചെയ്തു ബൈ ദ ഫോർമേഷൻ ഓഫ് ഡബിൾ ബോണ്ട്. അപ്പോൾ അത് ലയേസസ് ആണ്. ദെൻ 14th question B. Effect of change in concentration of substrate on enzyme activity is graphically represented. After reaching a maximum velocity, the reaction is not exceeded by any further rise in concentration of substrate. Explain. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സബ്സ്ട്രേറ്റ് ഒരു പരിധിയിൽ കൂടുതൽ കൂടിയാലും എന്ത് സംഭവിക്കില്ല? റിയാക്ഷൻ റേറ്റ് കൂടില്ല. കാരണം when all the enzymes get saturated with the substrate, there are no free enzymes for binding with the substrate, newly added substrate. Therefore, the reaction rate will not increase. 2 factors affecting enzymatic activity. അത് നമ്മൾ പറഞ്ഞതാണ്. ഇനി fill in the blanks. In a protein, amino acids are linked by peptide bond. A അപ്പോൾ പെപ്റ്റൈഡ് ബോണ്ടാണ്. പോളിസാക്കറൈഡ്സിലാണെങ്കിൽ മോണോസാക്കറൈഡ്സ് ആർ ലിങ്ക്ഡ് ബൈ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്.
Then 16 question, wrong statement ആണ്. Lipids are not strictly macromolecules. Cellulose is not a polysaccharide. അപ്പോൾ ഇതിൽ wrong statement cellulose is not a polysaccharide എന്നുള്ളതാണ്. Cellulose is a polysaccharide. അതാണ് correct. 17th question, examples of two enzymatic reaction A and B are given. Identify the class of enzyme in A and B. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ reduced oxidized state എൻ്റെ കൺവേർഷനാണ്. സോ ദ എൻസൈം ഇസ് ഓക്സിഡോറിഡക്റ്റേസ്. രണ്ടാമത്തത് Sg+S, അതായത് ഒരു ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദ എൻസൈം ഇസ് ട്രാൻസ്ഫറേസ്. ജി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ എസിൽ നിന്ന് എസ് ഡാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. സോ ദ ഗ്രൂപ്പ് ഓഫ് എൻസൈം ഇസ് ട്രാൻസ്ഫറേസ്. ദെൻ പ്രോട്ടീൻ ഈസ് എ heteropolymer and not a homopolymer. Substantiate. 18th question. Protein is essentially a heteropolymer because a heteropolymer is formed of different types of monomers. Different types of monomers ഉണ്ടാക്കുന്നതിനെയാണ് heteropolymer എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആകെ നമുക്ക് 20 അമിനോ ആസിഡ്സേ ഉള്ളൂ. These 20 amino acids in different concentrations and different sequence arranged to form different proteins. So protein is a heteropolymer. Identify the given biomolecule. ഒരു ബയോമോളിക്യൂൾ തന്നിട്ടുണ്ട്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എ, അത് വേരിയബിൾ ഗ്രൂപ്പ് നോക്കുക. അപ്പോൾ അവിടെ CH2OH ആയത് കാരണം ദാറ്റ് ഈസ് സെറിൻ. സെക്കൻഡ് വൺ അഡിനൈൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ഉണ്ട്, അതിൻ്റെ കൂടെ പെൻറ്റോസ് ഷുഗർ ഉണ്ട്, പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ അതാരാ? ഇറ്റ് ഈസ് എ ന്യൂക്ലിയോടൈഡ്. ദെൻ C is cholesterol. Then 20th question, select the wrongly matched pair. Collagen cellular ground substance, അത് ശരിയാണ്. ഇൻസുലിൻ ഹോർമോൺ, അത് ശരിയാണ്. ആൻറ്റിബോഡി സെൻസറി റിസപ്ഷൻ, അത് തെറ്റാണ്. ട്രിപ്സിൻ എൻസൈം. അപ്പോൾ wrongly matched pair എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡി സെൻസറി റിസപ്ഷൻ. Then 21st question, identify the given molecule that comes under fat. They are triglycerides. Name the biomolecule in which peptide bond is present. Peptide bond ഉള്ളത് എവിടെയാണ്? പ്രോട്ടീൻ. Name the bond present between phosphate and hydroxyl group of sugar in nucleic acid. Nucleic acidലെ bond ഏതാ? phosphodiester linkage. Then 23rd question, metabolites are organic compounds constantly utilized in various metabolic activities in the cell. What are the two types of metabolites? Primary and secondary. Give an example for each type of metabolite. Primary metabolite example protein, amino acids, fat, sugars, carbohydrate, ഇതൊക്കെ പ്രൈമറി ആണ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ആൽക്കലോയിഡ്സ്, നേരത്തെ നമ്മൾ കണ്ടില്ലേ, ആൽക്കലോയിഡ്സ്, ടെർപെനോയിഡ്സ്, ആൻറ്റിബയോട്ടിക്സ്, ഫ്ലേവനോയിഡ്സ്, അതൊക്കെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. Then 24th question, enzymes are biocatalysts which regulate various biochemical reactions. Illustrate the following reaction. അത് നമ്മൾ പറഞ്ഞതാണ്. Enzyme combines with substrate to form enzyme substrate complex. Then the substrate is converted to product and the enzyme and product will be free. 25th question, complete the following sequence with appropriate words. Amino acids peptide bond, amino acids peptide bond protein, അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഷുഗേഴ്സ് ഗ്ലൈക്കോസിഡിക് ബോണ്ട് പോളിസാക്രൈഡ്, അല്ലെങ്കിൽ മോണോസാക്രൈഡ് എന്ന് എഴുതാം. മോണോസാക്രൈഡ്, ഗ്ലൈക്കോസിഡിക് ബോണ്ട്, പോളിസാക്രൈഡ്. 26th question, based on the graph given below, explain the effect of concentration of substrate on enzyme activity. അത് നമ്മൾ പറഞ്ഞതാണ്. enzyme activity by the addition of substrate, enzyme activity at first increases, but it reaches a maximum level beyond which that maximum level is called Vmax, and beyond which there will be no rise in rate of reaction because all the available enzymes will be saturated with the substrates. അതാണ് Vmax കാണിച്ചിരിക്കുന്നത്. ഒരു ഹാഫ് Vmaxും Km വാല്യൂവും കാണിച്ചിട്ടുണ്ട്. But Km value is the amount of substrate needed to attain half Vmax. Vmaxൻ്റെ പകുതി അറ്റൈൻ ചെയ്യാൻ ആവശ്യമായ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെയാണ് നമ്മൾ എന്ത് പറയുക? Km വാല്യൂ എന്ന് പറയും. Then 27,
ഐഡൻറ്റിഫൈ ദ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് എ ആൻഡ് ബി, അത് നമ്മൾ കണ്ടതാണ്. അനലൈസ് ദ ഗ്രാഫ് ഷോയിങ്, അത് നമ്മൾ കണ്ടതാണ് ആ ക്വസ്റ്റ്യൻ. ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്താണ്? ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇസ് ദ മാക്സിമം ടെമ്പറേച്ചർ അറ്റ് വിച്ച് or is the temperature at which the enzyme shows maximum activity, beyond which the enzyme will get denatured. Why does enzyme activity declines at too low and too high temperature? Too low temperature enzyme താൽക്കാലികമായി inactive ആവും. That is, enzyme will be temporarily inactive. So the enzymatic activity declines. Then at too high temperature, the enzyme, ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ എൻസൈമിന് എന്ത് സംഭവിക്കും? ഈ എൻസൈം ഗെറ്റ്സ് ഡീനേച്ചേർഡ്, അതിൻ്റെ സ്ട്രക്ചർ നഷ്ടപ്പെടും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ പ്രോട്ടീൻ ഹെറ്ററോപോളിമേഴ്സ്? അത് നമ്മൾ പറഞ്ഞതാണ്. ദെൻ ഐഡൻറ്റിഫൈ ദ പ്രോട്ടീൻ ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ഓഫ് ബാക്രോമോളിക്യൂൾ ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻ. സെല്ലുലോസ് അതൊരു പോളിസാക്കറൈഡ് ആണ്, സ്റ്റാർച്ച് പോളിസാക്കറൈഡ് ആണ്, ഇനുലിൻ പോളിസാക്കറൈഡ് ആണ്, ആൻറ്റിബോഡി പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ആൻറ്റിബോഡിയുടെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ആക്ട്സ് എഗെയിൻസ്റ്റ് ആൻറ്റിജൻസ്. ഇറ്റ് ഈസ് ആൻ ഇമ്മ്യൂണോളജിക്കൽ പ്രോഡക്റ്റ് ഫോംഡ് ബൈ ദ ലിംഫോസൈറ്റ്സ്. ദെൻ ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഇൻ സ്ട്രക്ചർ എ ആൻഡ് ബി, അത് നമ്മൾ കണ്ടതാണ്. എ ഈസ് ദ സെക്കൻഡറി സ്ട്രക്ചർ, ദറ്റ് ഈസ് ഹെലിക്കൽ ആൽഫ ഹെലിക്സ്, വൈൽ ബി ഈസ് ദ ടെർഷ്യറി സ്ട്രക്ചർ. നെക്സ്റ്റ് വൺ, സിംബോളിക് പ്രസൻറ്റേഷൻ ഓഫ് എ ഫങ്ഷണൽ എൻസൈം ഇസ് ഗിവൺ ബിലോ. Write one difference between cofactor and apoenzyme. Cofactor is the non-protein part and apoenzyme is the protein part. Name the different types of cofactor. ഏതൊക്കെയാണ്? prosthetic group, coenzyme, metallions. What is the cofactor for the enzyme? Carboxypeptidase. Carboxypeptidaseൻ്റെ cofactor ഏതാണ്? that is zinc ആണ്. Then name the chemical bond between the following. Amino acidsലുള്ള chemical bond, peptide bond, sugar and phosphate phosphodiester linkage. Then next question, distinguish between cofactor and coenzyme. അത് നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് ഡയഗ്രാം, റോൾ ഓഫ് എൻസൈം, അതും പറഞ്ഞതാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി, അതും ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ട് ഏതാണ്? ഗ്ലൈസീൻ. Name the bond produced when another compound of the same category combined with this. Another compound of the same category എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് തന്നെയാണ് ബൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഉണ്ടാകുന്ന ബോണ്ട് ഏതാണ്? പെപ്റ്റൈഡ് ലിങ്കേജ്. Then if a number of such molecules bonded together, what will be the resultant molecule? അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? പോളിപെപ്റ്റൈഡ് ഓർ പ്രോട്ടീൻ. Then next question, name the possible enzyme involved in this reaction. അപ്പോൾ ഈ റിയാക്ഷനിൽ ഒപ്റ്റിമം pH 6.8 ആയിട്ടുള്ള ഒരു എൻസൈമിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിമം pH 6.8 ആയിട്ടുള്ള എൻസൈം നമ്മൾ പഠിച്ചത് സലൈവറി അമലേസ് ആണ്. നമ്മൾ ഡൈജഷനിൽ പഠിക്കും. വേർ ഇസ് ദ സൈറ്റ് ഓഫ് ആക്ഷൻ? ഇറ്റ് ഇസ് ദ ഓറൽ ക്യാവിറ്റി. മെൻഷൻ എനി അതർ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട്സ് ദ എൻസൈം, അത് നമ്മൾ പറഞ്ഞതാണ്. നെയിം അനദർ ഓൾ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട്സ് എൻസൈമാറ്റിക് റിയാക്ഷൻ നമ്മൾ പറഞ്ഞതാണ്. നെയിം അനദർ സിമിലർ എൻസൈം ആക്ടിങ് ഓൺ ദ സെയിം സബ്സ്ട്രേറ്റ്. അതായത് സ്റ്റാർച്ചിൽ ആക്ട് ചെയ്യുന്ന, സ്റ്റാർച്ചാണ് സബ്സ്ട്രേറ്റ്, സ്റ്റാർച്ചിൽ ആക്ട് ചെയ്യുന്ന വേറൊരു എൻസൈം, ദാറ്റ് ഇസ് പാൻക്രിയാറ്റിക് അമൈലേസ്. ദെൻ കാർബോഹൈഡ്രേറ്റ്, ഷുഗർ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ മോണോമറാണ് ഷുഗർ. അങ്ങനെയാണെങ്കിൽ പ്രോട്ടീൻ്റെ മോണോമർ അമിനോ ആസിഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഫോർ സലൈവറി അമലേസ് ഫ്രം ദ ഗ്രാഫ്? ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇസ് 37 ഡിഗ്രി സെൽഷ്യസ്. ഗ്രാഫിൽ നോക്കുമ്പോൾ അതാണ് ആൻസർ. വൈ ദ ആക്ടിവിറ്റി ഡിക്ലൈൻസ് ബിയോണ്ട് ഒപ്റ്റിമം വാല്യൂ? ബിക്കോസ് beyond the optimum value the enzyme get denatured or inactive. Next, non-protein constituents called cofactor are bound to the enzyme to make the enzyme catalytically active. Name the protein part of the enzyme, that is apoenzyme. What happens to the catalytic activity when the cofactor is removed? Cofactor remove ചെയ്താൽ catalytic activity will be lost. Mention any two kinds of cofactor with examples. ഏതൊക്കെയാ? prosthetic group, example heme, metallions, example zinc, coenzyme, example NADP. Next question, what is Vmax? Vmax is the maximum velocity attained by
an enzymatic reaction by the addition of substrate. Why Vmax does not need by any further rise in substrate concentration? നമ്മൾ പറഞ്ഞതാണ്, if a chemical substance closely resembling to that of a substrate is introduced into a reaction system, what will be the consequences? അപ്പോൾ എന്ത് സംഭവിക്കും? That may cause competitive inhibition. അതായത് സബ്സ്ട്രേറ്റിനെ പോലിരിക്കുന്ന ഒരു ഇൻഹിബിറ്റർ അല്ലേ, അപ്പോൾ എന്ത് ചെയ്യും? ആ സബ്സ്ട്രേറ്റിനെ പോലെ ഇരുന്നിട്ട് അത് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യും, and the reaction will be stopped. Then last question, fill in the blanks. Dash catalyze oxidoreduction between two substrate oxidoreductase. Transferase എന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ്സ്. ദെൻ ലയേസസ് തന്നിട്ടുണ്ട്, കാറ്റലൈസ് ഇൻ്റർ കൺവേർഷൻ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്, അതിനെ സഹായിക്കുന്നതാണ് ഐസോമെറൈസ്. ദെൻ ലിഗേസ് എന്ന് പറഞ്ഞാൽ ജോയിനിങ് ഓഫ് സബ്സ്റ്റൻസസ്, ദാറ്റ് ഈസ് ലിഗേസ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ബയോമോളിക്യൂൾസ്. താങ്ക് യു.